ഒക്കെ ഉണ്ട്. ഗസ്റ്റുകളാണ്. പക്ഷെ ഈ പറഞ്ഞ ഫ്രൈഡ് റൈസും ചപ്പാത്തിയും പ്രിപ്പയർ ചെയ്യാനുള്ള സാധനങ്ങളും പച്ചക്കറികളും ഇവിടെ ഉണ്ടോ? ഒരു വീട്ടിലേക്ക് എന്തൊക്കെയാ വേണ്ടതെന്ന് വിവേകിന് അറിയോ? അതൊക്കെ എനിക്കറിയാം. ഒന്നും അറിയില്ല. വിവേകിന് ഒന്നും അറിയില്ല. മുന്നോട്ടോ പിന്നോട്ടോ ആലോചിക്കാതെ വിവേക് ഓരോന്നും ചെയ്യുന്നത്. പിന്നെ വിവേകിനെ കൊച്ചാക്കണ്ടെന്ന് കരുതിയിട്ടാ എല്ലാം പ്ലാൻ ചെയ്തിട്ടാ വീട് മാറിയെന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് ആരും ഔദാര്യൊന്നും വേണ്ട. അതെ, അവരെ ഞാൻ പറഞ്ഞു വിട്ടോളാം. മാർക്കറ്റിൽ ഞാൻ തന്നെ പോവാം. ഞാൻ സാധനങ്ങളെ ലിസ്റ്റ് എഴുതട്ടെ? ഞാൻ കൊച്ചുകുട്ടിയൊന്നുമില്ല. എനിക്കറിയാം ഒരു വീടിന് ആവശ്യമുള്ളത് എന്തൊക്കെ മേടിക്കണ്ടെന്ന്. വിത്തിൻ നോ ടൈം സാധനങ്ങൾ ഇവിടെ എത്തിയിരിക്കും. ഒന്ന് ചിരിക്കടോ. ഈ വെണ്ടയ്ക്ക് എന്താ വില? വെണ്ടയ്ക്ക സാറ് ജനിച്ചത് നമ്മൾ നോക്കാം വിദേശത്താ. എന്താ സാറേ ഇത് വെണ്ടയ്ക്കല്ല, ഇവിടെ ഇതിനെ പാവയ്ക്കാന്ന് പറയും. അതൊക്കെ എനിക്കറിയാം, പറഞ്ഞപ്പോ മാറിപ്പോയതാ. ഈ പാവയ്ക്ക് എടുത്തോളൂ. എടുക്കാം. എത്ര വേണം സാറേ? ഒരു 15 കിലോ. 15 കിലോയോ? അന്ന് 20 കിലോ എടുത്തോളൂ. ഓ, കല്യാണ ആവശ്യത്തിനല്ലേ സാറേ? അല്ല, വീട്ടിലെ ആവശ്യത്തിന്. കൂട്ടുകുടുംബോ? ഇയൊക്കെ എന്തൊക്കെ അറിയണം. എന്റെ വീട്ടിൽ ഞാനും എന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. ഇതിവിടെ കമ്പോളത്തിൽ കന്നിക്കാരനാ. കമത്താം. ഇത് പടവലം. മുഖച്ചായ കണ്ട എനിക്കറിയാം. ഇതൊരു 15 കിലോ എടുക്കാം സാറേ. ആയിക്കോട്ടെ. ഈശ്വര, ഇന്ന് നല്ല കണിയാണല്ലോ. പച്ചമുളക് ഒരു 30 കിലോ എടുക്കാം അല്ലേ സാറേ? ഞാൻ ചോദിച്ചത് ഇവിടെ 15 കിലോ ഉള്ളൂ, ബാക്കി 15 കിലോ അടുത്ത കടയിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അതുകൊണ്ടാണ് സാറേ. നമുക്ക് ടൊമാറ്റോ ഒരു പെട്ടി അങ്ങ് എടുക്കാം. എനിക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും എടുത്തു വെച്ചോളൂ. ഞാനപ്പോ ഫിഷ് മേടിച്ചു. അല്ല സാറേ, അഡ്വാൻസ് ഒരു 1500 രൂപ വേണമായിരുന്നു. ഓക്കെ. പിന്നെ നാളെ ഇവിടെ തന്നെ പച്ചക്കറി വാങ്ങാൻ വരണം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, പച്ചക്കറി ലോറി വരുമ്പോഴേ സാറിന്റെ വീട്ടിൽ നിർത്തി ഇറക്കിയിട്ട് എന്തേലും മിച്ചം ഉണ്ടെങ്കിൽ ഇവിടെ ഇറക്കിയാൽ മതിയല്ലോ. അതായിരിക്കും സൗകര്യം. ഗുഡ് ഐഡിയ. എവിടെ ഫിഷ് മാർക്കറ്റ്? മാർക്കറ്റ് അവിടെ. അവിടെ. ഈശ്വര, എനിക്ക് മീൻ കച്ചവടം കൂടെ ഇല്ലാതെ പോയല്ലോ. നല്ല പഠിക്കുന്ന മീൻ ചേട്ടന്മാരെ ഓടി 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 വായോ. അമ്മമാരെ അച്ഛന്മാരെ ഓടി ഓടി വരണേ. മോനെ 200 ചെമ്പല്ലി 100 സാർമാരെ ഓടി ഓടി വരണേ. സാർ ഓടി വരണേ. പഠിക്കുന്ന മീൻ. സാർ ഏത് വേണം? എക്സ്ക്യൂസ് മീ മാഡം, ഈ 2 ഫിഷിന് എന്താ വില? ഇത് 2 എണ്ണത്തിനാ? യെസ്. എന്തിനാണ് സാറേ? പൂച്ചയ്ക്ക് കൊടുക്കാനാണ്? എന്താ, പൂച്ച മാത്രം മീൻ കഴിക്കുള്ളൂ? ഇതെന്റെ ഭാര്യയ്ക്കും ഇതെനിക്കുവാ. അങ്ങനെയാണാ? എങ്കിൽ ഇത് സാറിനും ഭാര്യയ്ക്കും പറ്റിയ മീനാണ്. 500 രൂപ വിലയാണ്. സാറിനായതുകൊണ്ട് 150 രൂപയ്ക്ക് തരാം. അതൊക്കെ എനിക്കറിയാം, ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. അത് സാറിനെ കണ്ടാൽ തന്നെ അറിയാൻ കേട്ടോ. എന്റെ പൊന്ന് സാറ്, ഇനി ഇങ്ങോട്ട് തന്നെ വന്നേ. മോളീന്ന് വിളിച്ചാ മതി സാറേ. മോളീന്ന് താഴേന്നൊക്കെ വിളിക്കാം. ഇന്നാ സാറേ, നാളെയും വന്നേ. ഇയാൾക്ക് വോട്ട് വരണം. മീനിട്ടടിക്കരുത്. അയ്യോ, സാറ് ശവക്കുഴിന്നേറ്റ് തന്നെയാണോ? അതല്ല, നല്ല മണം, അതുകൊണ്ടാ ഇത് വെച്ചത്. ഓ, അങ്ങനെ. നല്ല പിടക്കിന മീനുണ്ട് സാറേ, നല്ല പിടക്കിന മീൻ. ഇതെത്ര രൂപ കളവി? ആരാണ്ടതിന്റെ കളവി? അല്ല, തെറ്റിപ്പോയതാണ്. ഇതെത്ര രൂപയാണ് യുവതി? എന്താണ് മനുഷ്യ കളിയാക്കണേനാ? നിങ്ങൾ അങ്ങോട്ട് പറയുന്നത് ഇത് എത്ര രൂപയാണ്? സാറേ, ഇത് വില കുറവാണ് കേട്ടാ. 150 രൂപ. ഈ മീൻ ചത്തത് കൊണ്ട് കൊള്ളാം, ഇല്ലെങ്കിൽ ഇതിന്റെ വില കേട്ട് ഈ മീൻ തന്നെ ചിരിച്ചിരിച്ച് ചത്തേന്. 40 രൂപ വരും. 40 രൂപ നിന്റെ അച്ഛനോട് പോയി കൊടുക്കാനല്ലേ പറയാൻ വന്നത്? അദ്ദേഹം ചത്തുപോയി. ഈ നല്ല തല കണ്ടതിന് ശേഷം പോട്ടെ, 50 രൂപ വരും. ഞാൻ ഈ മീൻ വെള്ളത്ത് തന്നെ മോത്താട്ട് ഒഴിക്കും. 150 രൂപയുടെ മീനിന് 50 രൂപ. ആ ത്രേസ്യ ചേച്ചി ഇവിടെ നോക്കട്ടെ. മോനെ 125 രൂപ. 55 രൂപ തരും. വേണോ? 100 രൂപ. ശരി, 60 രൂപ. അതെ, ഒരു 80 രൂപ ഇങ്ങോട്ട് താ സാറേ. അതൊക്കെ ഞാനിപ്പോ അങ്ങോട്ട് ആയതുകൊണ്ടാ. 70 രൂപയുണ്ട്. അതൊക്കെ മതി. 70 എങ്കിൽ 70, 30 ലാഭം. ഹലോ മാഡം, എക്സ്ക്യൂസ് മീ. എനിക്ക് 150 രൂപയ്ക്ക് തന്ന അതേ മീൻ തന്നെ വേറൊരാൾക്ക് 70 രൂപയ്ക്ക് കൊടുക്കാം. അതെവിടുത്തെ ന്യായം? ഐ വിൽ കോൾ ദ പോലീസ്. ഞാൻ പോലീസിനെ വിളിക്കും. പോലീസിനെ ആക്കണ്ട, പട്ടാളത്തിന് വിളി. ഞാൻ പിടിച്ചു വാങ്ങിയതല്ലല്ല, നിങ്ങ തന്നതല്ലേ. വില പേശനായിരുന്നു. നിങ്ങൾ പറയണ്ടേ? അല്ല, ഐ മീൻ ഐമീനൊന്നുമില്ല. താൻ പോടേക്കാ. ചെക്കാന്നോ കല്യാണം കഴിച്ചതിനോട്? കൾച്ചർലെസ് ലേഡി. മീൻ വെള്ളമൊക്കെ ദേഹത്ത് കുരുളു. അതൊക്കെ പോട്ടെ. എന്താ ഇവിടെ? വീട്ടിലിരുന്നിട്ട് സമയം പോകുന്നില്ല. അപ്പൊ ഇവിടെ വന്ന് മീൻ കറിയുടെ വായിരിക്കുന്ന തെറിയാക്കാന്ന് വിചാരിച്ചല്ലേ? ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിരിക്കട്ടെ, ലൈഫൊക്കെ എങ്ങനെ? ഹാപ്പിയാണോ? ഹാപ്പി, വെരി ഹാപ്പി. ഞാനിപ്പോ ഒരു പെർഫെക്റ്റ് ഗൃഹനാഥനായി ചേട്ടാ. വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോകുന്ന ഗൃഹനാഥൻ. ഏതായാലും നാഥന്റെ ഗൃഹം എനിക്ക് കൂടി ഒന്ന് കാണണം.
ഞാനും കൂടെ വീട്ടിൽ വരട്ടെ? അല്ല, ഇനി വരുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ബുദ്ധിമുട്ടോ എന്തിന്? മണ്ണന്തലച്ചട്ടം വീട്ടിൽ വരണം. എന്റെ ജീവിതം കണ്ട് അസൂയപ്പെടണം. അത് ചെന്ന് അച്ഛനോടും അമ്മയോടും മറക്കാതെ പറയണം. പിന്നെ പച്ചക്കറി കടയിൽ കുറച്ച് പച്ചക്കറി മേടിച്ചിട്ട് അതുകൊണ്ട് മേടിച്ചിട്ട് പോ. ആയിക്കോട്ടെ. എന്താ ഒന്നും വാങ്ങിയില്ലേ? വാങ്ങിയില്ലേന്നോ? കാവ്യ വിവേകിനെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കണേ? എന്നിട്ട് എവിടെ? പെട്ടെന്നാവട്ടെ. പെട്ടെന്നാവട്ടെ. എന്താ ഇത്? അല്ല, എല്ലാത്തിനും ഒരു കരുതൽ വേണമല്ലോ. കരുതിയിട്ടുണ്ട്. 2 വർഷത്തേക്കുള്ള പച്ചക്കറികൾ ഒരുമിച്ച് കരുതിയിട്ടുണ്ട്. അതെ. ഇതറിയാലോ, ഇതാണ് ടൊമാറ്റോ. ഇരുന്ന് കഴിഞ്ഞാൽ പാഴായി പോകും. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒന്ന് ഉത്സാഹിച്ച് നാളെ മുതലുള്ള കുളിയും പല്ലുവെപ്പൊക്കെ ഇതിലാക്കി കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് തീർന്നു കിട്ടും. എവിടെ ചായ്പ് അകത്തോട്ട് വയ്ക്കാം. എന്താ വിവേക് ഇതൊക്കെ?